മുൻകൂർ ജാമ്യം തള്ളിയ ഹൈക്കോടതി നടപടിക്കെതിരെ നടൻ സിദ്ദിഖ് ഉടൻ സുപ്രീം കോടതിയെ സമീപിക്കും. സിദ്ദിഖിന്റെ അഭിഭാഷകർ ഡൽഹിയിലെ മുതിർന്ന അഭിഭാഷകരിൽ നിന്നും നിയമോപദേശം തേടി. സുപ്രീം കോടതിയിൽ അതിജീവിത തടസ്സ ഹർജി നൽകിയിട്ടുണ്ട്. ബലാത്സംഗ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനു പിന്നാലെ ഇന്നലെ രാത്രി തന്നെ സിദ്ദിഖിന്റെ അഭിഭാഷകർ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗിയുടെ ഓഫീസിൽ നിന്നും നിയമോപദേശം തേടിയതായാണ് വിവരം. ഹൈക്കോടതി വിധിപ്പകർപ്പും കൈമാറി. സിദ്ദിഖ് ഉടൻ സുപ്രീം കോടതിയിൽ ഹർജി നൽകുമെന്നാണ് സൂചന. അതിജീവിത പരാതി നൽകാൻ വൈകിയതും സിദ്ദിഖിനെതിരെ മറ്റ് കേസുകളോ ക്രിമിനൽ പശ്ചാത്തലമോ ഇല്ല എന്നും അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും സുപ്രീം കോടതിയെ അറിയിക്കും. ജാമ്യാപേക്ഷ ഫയൽ ചെയ്താൽ അത് വെള്ളിയാഴ്ചയോടെ ബെഞ്ചിന് മുന്നിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് സിദ്ദിഖിന്റെ അഭിഭാഷകർ. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കെതിരെ സുപ്രീം കോടതിയിൽ അതിജീവിത തടസ്സ ഹർജി നൽകി. തന്റെ ഭാഗം കൂടി കേൾക്കാതെ ഇടക്കാല ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കരുതെന്നാണ് പരാതിക്കാരിയുടെ ആവശ്യം. പ്രമുഖ അഭിഭാഷക വൃന്ദ ഗ്രോവർ അതിജീവിതയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുമെന്നാണ് റിപ്പോർട്ട്. സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷയ്ക്കെതിരെ തടസ്സ ഹർജി നൽകാനാണ് സംസ്ഥാനത്തിന്റെയും തീരുമാനം. മുതിർന്ന അഭിഭാഷകരുമായി സ്റ്റാൻഡിംഗ് കോൺസൽ നിഷേ രാജൻ ഷോങ്കർ ആശയവിനിമയം നടത്തിയതായാണ് വിവരം. 24 ഡൽഹി.